ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ ഉപ്പയും ഉമ്മയും ഹജ്ജിന് പോയിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അവർ ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ അവർ പോയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ തൊട്ട് മുൻപുള്ള കുറച്ച് സന്തോഷമുള്ള നിമിഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ കേട്ടോ. ഇതിൻ്റെ രണ്ട് ഉപ്പാരാണ്, എൻ്റെ ഇക്കാൻ്റെ ഉപ്പി എൻ്റെ ഉപ്പിയാണത്. അപ്പോൾ തലേ ദിവസമാണ് ഇന്നത്തെ ഈ കാണിക്കുന്നത്, തലേ ദിവസത്തെ പരിപാടിയാണ്. രാത്രി മന്തി ആയിരുന്നു കേട്ടോ ഫുഡായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്താ പറയുക, പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇത് പനിമണി കാണാൻ എന്താ പറയുക, ഇനിയിപ്പോൾ ഇൻഷാ അല്ലാഹ് പോയി വന്നിട്ടല്ലേ ഇപ്പോൾ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് പേരൊക്കെ അങ്ങനെ വരുന്നു പോകുന്നൊക്കെ ഉണ്ടാകും. ചിലർ ഉച്ചയ്ക്ക് വന്നു, ചിലർ വൈകിട്ട് വന്നു. നൈറ്റ് വന്നവർക്കുള്ള ഫുഡായിരുന്നു കേട്ടോ ഇത് മന്തി. അങ്ങനെ വന്നവരൊക്കെ കഴിച്ചു, ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ ഹാപ്പി ആയിട്ട് നമ്മൾ മെയിനായിട്ട് അത്രയും അടുത്ത ഫാമിലിക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഈ ടൈമിലൊക്കെ. പിന്നെ ഒരു 11:30-12 മണിയൊക്കെ ആ ടൈമായി വെക്കുമ്പോൾ അത് എൻ്റെ ഉമ്മ മെയിലാഞ്ചി ഇടുകയാണിത്. ഈ ഹജ്ജിന് പോകുന്നതിന് മുൻപ് ഇടുന്നത് സുന്നത്താണെന്നാണ് പറയുന്നത്. അപ്പോൾ പണ്ടൊക്കെ ഇങ്ങനെ കൈൻ്റെ മീതെ ഇങ്ങനെ പൊത്തി വെച്ച പോലെ എത്ര ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് കുറേ കഥകളൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഇടുന്നത്, എൻ്റെ താതേനെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അരച്ച മെയിലാഞ്ചി തന്നെ വേണമല്ലോ. അങ്ങനെ അതൊക്കെ അരച്ചിട്ട് അത് കയ്യിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ കൈൻ്റെ വിരലിങ്ങനെ മടക്കി വെച്ചിട്ട് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുമ്പോൾ എനിക്ക് കാണിച്ചു തരികയാണത്. കുറേ കാര്യങ്ങൾ ഇതുപോലെ പറഞ്ഞു തന്നിട്ടുണ്ടാകുന്നു കേട്ടോ. പിന്നെ എൻ്റെ ഉമ്മ പറയുന്നുണ്ട്, കല്യാണം കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഉമ്മ ഈ ഒരു സാധനം കൈൻ്റെ മേലെ തൊട്ടിട്ടില്ല എന്ന് പറയുന്നത്. എന്നിട്ടൊരു 10 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേനും ഉമ്മ അത് കഴുകിക്കഴിഞ്ഞു. നമുക്ക് അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമില്ല. അങ്ങനെ പിറ്റേ ദിവസമായി ഇന്നാണ് പോണത്. അപ്പോൾ രാവിലെ ഒരു ബന്നും ചായയും കുടിച്ചു. പിന്നെ ഇതൊക്കെ ഞങ്ങൾക്ക് ഇവർ പോകുമ്പോൾ തൊട്ട് മുൻപ് മധുരം കൊടുക്കുന്നത് പോലെ ഇങ്ങനെ കുറച്ച് സന്തോഷത്തിന് വേണ്ടി ഇങ്ങനെ തന്നിരുന്നു കേട്ടോ, ഓരോ 100 രൂപക്കായിട്ട്. പിന്നെ അങ്ങനെ എല്ലാവരും റെഡിയായി, ഞങ്ങളും റെഡിയായി പോകാൻ വേണ്ടി. ഞങ്ങൾ മക്കളെല്ലാവരും കൂടെ തന്നെയാണ് കേട്ടോ പനിമണി കൊണ്ടാക്കിയത്. ഗവൺമെൻറ് കീഴിലാവുമ്പോൾ അവർ തലേ ദിവസം എയർപോർട്ടിലാക്കിയിട്ട് പിന്നെ ഹജ്ജ് ഹൗസിൽ പോകണം. എന്നിട്ടാണ് പിറ്റേ ദിവസമാണ് അവർ പോകണത് കേട്ടോ. അങ്ങനെ മക്കത്തേക്ക് പോണത്. അങ്ങനെ ഉപ്പ യാത്രയൊക്കെ പറയുകയാണ് എല്ലാവരുമായിട്ട്. അപ്പോഴും കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അടുത്തുള്ള വീട്ടിലുള്ളവരും പിന്നെ ബന്ധുക്കളൊക്കെ ആയിട്ട് കുറേ പേര്. ഞങ്ങൾ 3 വണ്ടിയിലായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുഴപ്പമൊന്നുമില്ലാതെ അൽഹംദുലില്ലാഹ് അവരെ കൊണ്ടാക്കി ഞങ്ങൾ. കുറച്ച് ദൂരം ഒരു അരമണിക്കൂറായിട്ടുണ്ടാവും. അപ്പോഴേക്കും ഞാനും എൻ്റെ മോളും തനി സ്വഭാവം പുറത്ത് കാണിച്ചിട്ടോ. വണ്ടിയിൽ ആ ഒരു സീറ്റിൻ്റെ മണം വന്നാൽ ഞാനും എൻ്റെ മോളും ഛർദ്ദിക്കും. അപ്പോൾ അതൊക്കെ കാണിച്ചിട്ട് എന്താ പറയുക, കുറച്ച് കഴിയുമ്പോഴത്തേന് തന്നെ ഞാനും അവളും ഓരോ വഴിക്കായിട്ട് തിരിഞ്ഞു. പിന്നെ എനിക്ക് അധികം ക്ലിപ്സൊന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുമില്ല. പിന്നെ എയർപോർട്ടിൽ ചെന്നിട്ടും അത്ര ബോധമൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക്. കാരണം അത്രയും ലെവലിക്ക് എനിക്ക് എൻ്റെ ഈ ഒരു ഓർമ്മയിൽ ഇത്ര അടുത്ത കാലത്തൊന്നും ഞാൻ ഇങ്ങനെ ഛർദ്ദിച്ചിട്ടില്ല എന്ന് തന്നെ പറയണം. അത്രക്കും ഓവറായിരുന്നു കേട്ടോ. പിന്നെ അവരവിടെ എത്തിയിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ ഒരുവിധം ക്ലിയറാക്കി ലഗേജൊക്കെ കൊടുത്തിട്ട് ഉപ്പയും ഉമ്മയും അവരെ കൊണ്ടുപോകാനുള്ള ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ കേട്ടോ. അവർ അവിടുന്ന് എന്താ പറയുക, തൊട്ടടുത്ത് തന്നെയാണ്, ഒരു 3 കിലോമീറ്റർ ഉള്ള അടുത്ത് തന്നെയാണ്. അപ്പോൾ അവരൊരു വലിയ ടൂറിസ്റ്റ് ബസ് പോലത്തെ ബസ് വരും, എന്നിട്ട് അതിലാണ് കൊണ്ടുപോകുന്നത്. രാവിലെ അവർക്ക് ചായയും അതുപോലെ റസ്ക്കും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞിട്ട് അവർ ഇനി ആ ബസ്സിലേക്ക് പോകുമ്പോൾ ക്യൂ ആയിട്ട് ഇങ്ങനെ പോവുക ചെയ്താൽ ഇതുപോലെ. അപ്പോൾ നമ്മളോട് യാത്ര പറയാനൊന്നും അങ്ങനെ പറ്റില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കണ്ടിട്ട് നോക്കാൻ തന്നെ പറ്റുള്ളൂ. അങ്ങനെ അവരതിൽ കയറി. അവർ പോകുമ്പോൾ ഒരു വിഷമമുണ്ടെങ്കിൽ കൂടി നല്ലൊരു കാര്യത്തിനാണെന്നുള്ളൊരു സന്തോഷത്തിൽ തന്നെയാണ് നമ്മൾ യാത്രയാക്കുന്നത്. കാരണം ഉപ്പയും അങ്ങനെ ഉംറക്ക് പോകുമ്പോൾ വിട്ടു നിന്നല്ലാതെ അതിന് ശേഷം പിന്നെ അങ്ങനെ വിട്ടു നിൽക്കണമെന്നില്ലല്ലോ, എപ്പോഴും കാണാവുന്ന ദൂരത്തിലുണ്ടാവാറുള്ളൂ. അപ്പോൾ അങ്ങനെ ഉപ്പയും പോയി. അവർ അന്നത്തെ ഒരു ദിവസം ഹജ്ജ് ഹൗസിലാണ് കേട്ടോ താമസിക്കുന്നത്. പിന്നെ പിറ്റേ ദിവസം രാവിലെ 8 മണിക്കാണ് ഫ്ലൈറ്റ്. അങ്ങനെ അവർ പോകുന്ന ശേഷം പിന്നെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ലല്ലോ. ഹജ്ജ് ഹൗസിലേക്ക് പോകണമെങ്കിൽ പോകാമെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പം അതിൻ്റെ ആവശ്യമില്ലാത്ത കാരണം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകുന്നുണ്ട്. എൻ്റെ മോളാണെങ്കിൽ ഉപ്പ പോയി ഉമ്മ പോയി എന്ന് പറഞ്ഞിട്ടൊക്കെ ഭയങ്കര വിഷമമായിരുന്നു അവൾക്ക്. കാരണം അവർക്ക് മനസ്സിലാവണില്ലല്ലോ എന്താ സംഭവിക്കണമെന്നൊന്നും. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിക്ക് ഞങ്ങൾ തൊട്ടടുത്ത് തന്നെ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചതൊക്കെ. കാരണം 1 മണി കഴിഞ്ഞിട്ടാണ് അവരവിടെ നിന്ന് പോകുമ്പോൾ. നമ്മൾക്കൊരു 12 മണി ഞാൻ ടൈം കൊടുത്തത്. പക്ഷേ നമ്മൾ അത്ര വൈകുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം നല്ല തിരക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. എൻ്റെ ഛർദിയുടെ ഉക്കോടൊക്കെ എനിക്ക് അങ്ങനെ ബിരിയാണിയോടൊന്നും വലിയ താല്പര്യം തോന്നുന്നില്ല കേട്ടോ. പക്ഷെ അവിടെ ബിരിയാണി മന്തി അതൊക്കെ ഉള്ള കാരണം ഞാൻ ബിരിയാണി തന്നെയാണ് കഴിച്ചത്. പിന്നെ ഒരു ടീം മന്തിയുടെ ടീമായിരുന്നു കേട്ടോ, അവർ വേറെ മാറി ഇരുന്നിട്ടായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ബിരിയാണി നല്ല ടേസ്റ്റ് ഉള്ള സംഭവം, എന്തൊക്കെ പറഞ്ഞാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബിരിയാണി. അങ്ങനെ മന്തി വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എൻ്റെ മോള് മന്തിയാണ് കഴിച്ചത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു.
ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വേറെ എവിടെയും ഇറങ്ങിയിട്ടൊന്നുമില്ല. നമ്മൾ നേരെ വീട്ടിലേക്ക് തന്നെ പോകുന്നത്. കാരണം നമുക്ക് 3 ആൾക്കും 3 വഴിക്ക് പോകേണ്ടവർ തന്നെയാണ്. അവിടെ വീട്ടിൽ നിന്ന് താമസിക്കണില്ല എന്നുള്ളൊരു ലെവലിൽ തന്നെയാണ് കേട്ടോ പോകുന്നിരുന്നത്. കാരണം കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇപ്പോൾ മക്കൾക്കാണെങ്കിലും മദ്രസയും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് ആരും വീട്ടിൽ നിന്നിരുന്നില്ല. വളാഞ്ചേരി കുറ്റിപ്പുറം ആ ഒരു സൈഡിലെത്തിയപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. നമ്മളുടെ നമ്മൾ പോകുന്ന ആ ഒരു ഏരിയയിലൊന്നും അങ്ങനെ മഴ ഉണ്ടായിരുന്നില്ല. അങ്ങനെ വീട്ടിലെത്തിയിട്ട് പ്രത്യേകിച്ച് കാര്യപരിപാടികളൊന്നുമില്ല. നമ്മൾ താത്താൻ്റെ മോളുടെ കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ചെറിയൊരു കേക്കൊക്കെ വാങ്ങി കട്ട് ചെയ്തിട്ട് എല്ലാവരും അതൊക്കെ കഴിച്ച് സന്തോഷത്തോടെ എല്ലാവരും ഓരോ വഴിക്കായിട്ട് പിരിഞ്ഞു. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്യണം. അവർക്കൊരു കുഴപ്പമില്ലാതെ ഹജ്ജ് ഉംറയൊക്കെ ചെയ്തിട്ട് സന്തോഷത്തോടെ തിരിച്ചു വരാൻ വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.